നമസ്കാരം. ജാലകത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ കൃഷി എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് എനിക്കേറെ ഇഷ്ടം. കൃഷി ഏതാണ്ട് അതിൻ്റെ അവസാന കാലഘട്ടത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് ഒരു അറബി നാട്ടിലൊന്ന് പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. ദാഖൽ കേരള ബലദിയ ജെയിൻ തമാം എന്ന്. അതായത് കേരളത്തിൽ മുനിസിപ്പാലിറ്റി വളരെ സൂപ്പർബാണ്. അവരവിടെ പച്ചപ്പ് പിടിപ്പിക്കുന്നത് പണം മുടക്കിയും ബലദിയുടെ അതായത് മുനിസിപ്പാലിറ്റിയുടെ കനത്ത ഇടപെടലുകൾ കൊണ്ടൊക്കെയാണ്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. മഴ പെയ്താൽ നമുക്ക് പിന്നെ അത് വെട്ടി നിയന്ത്രിക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിലും നമ്മളൊരു പച്ചപ്പ് പിടിച്ച ഏരിയയാണ്. ഏതാണ്ട് ഒമാനിൽ സലാല എന്ന് പറയുന്ന സ്ഥലം പോലെയുള്ള ഒരു സ്വഭാവമുള്ള സ്ഥലം അല്ലേ. ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ബ്യൂട്ടി അത് അപാരമാണ്. അത് നമുക്കത് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. അതായാലും അതൊരു അപൂർവതയാണ് മറ്റ് ഏത് നാടുകളെ വെച്ച് നോക്കിയാലും. ഈ കൃഷി എന്ന് പറയുന്നത് നഷ്ടപ്പെടുമ്പോൾ ഒരു നാടിൻ്റെ എല്ലാം ബേസ് തന്നെ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷിയിൽ നിന്നാണ് അടുത്ത സ്റ്റെപ്പായ വ്യവസായം വരേണ്ടത്. കൃഷിയിൽ നിന്നുണ്ടായ ആദ്യത്തെ വ്യവസായം എനിക്ക് തോന്നുന്നത് മൃഗസംരക്ഷണമാണ്. മൃഗസംരക്ഷണത്തിലൂടെ ഒരു വ്യവസായം തന്നെയാണ് ഉടലെടുത്തത്. ആ വ്യവസായം എന്ന് പറയുമ്പോൾ എന്താണ് ആ വ്യവസായം, എങ്ങനെയാണ് അത് വ്യവസായമാവുന്നത് എന്നൊക്കെ ചോദ്യങ്ങളുണ്ട് കൊണ്ടുവരാം. സിനിമ ഒരു വ്യവസായമല്ല എന്നാണ് ഔദ്യോഗിക രേഖകളിൽ. പക്ഷേ സിനിമ ഒരു വ്യവസായമാണ് എന്നോണം മൃഗസംരക്ഷണം ഒരു വ്യവസായമാണ് കൃഷിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. കൃഷിയിൽ നിന്നുള്ള എല്ലാ ബൈ പ്രോഡക്ട്സും ഉപയോഗപ്പെടുത്തുന്നത് മൃഗസംരക്ഷണത്തിലൂടെയാണ്. മൃഗസംരക്ഷണം പശുക്കൾക്ക് പുല്ല് കൊടുക്കാം, വൈക്കോല് കൊടുക്കാം, പന്നികൾക്ക്, അതുപോലെ തന്നെ പോത്തിന്, മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ. അപ്പോൾ അതിൽ നിന്ന് പാല്, മറ്റ് ഉൽപ്പന്നങ്ങൾ, മീറ്റ്, അതുപോലെ തന്നെ കൃഷിക്കാവശ്യമായ വളം എല്ലാം. അപ്പോൾ ഇതെല്ലാം